രണ്ടാം വരവ് ഉടനെ ഉണ്ട്, ഉൽപ്രാവണം ഉടനെയില്ല, കുറച്ച് സമയം കഴിഞ്ഞു മാത്രം. ഇതിനെക്കുറിച്ച് മാൻ ഓഫ് ദി ഈസ്റ്റ് എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നുള്ള വാസ്തവം ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിക്കുവാൻ പോകുന്നു. രണ്ടാം വരവ് ഉടനെ ഉണ്ട്, ഉൽപ്രാവണം ഉടനെയില്ല, കുറച്ച് സമയം കഴിഞ്ഞു മാത്രം. അന്ത്യകാല വിശുദ്ധന്മാരുടെ ഉയരത്തിലേക്കുള്ള എടുക്കപ്പെടൽ ഉടനെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നില്ല. എന്നാൽ രണ്ടാം വരവ് എത്രയും വേഗം അടുത്ത ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്നു. ജീവനോട് ഉയരത്തിലേക്ക് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ അവസരം അല്ലെങ്കിൽ അവകാശം കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് പ്രായോഗികമല്ല. എന്നാൽ ഈ എടുക്കപ്പെടൽ പ്രായോഗികമാകുന്നത് അന്ത്യകാല രക്ഷയും നിത്യകാല രക്ഷയും പ്രാപിക്കുന്ന ജീവനോട് ശേഷിക്കുന്ന അന്ത്യകാല വിശുദ്ധന്മാർക്ക് മാത്രമായിരിക്കും. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും യഥാർത്ഥ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വേർപെട്ട ആത്മാക്കളായി പറുദീസയിൽ വിശ്രമിക്കുകയാണ്. ജീവനോട് ശേഷിക്കുന്ന പുതിയ നിയമ ഇവാഞ്ചലിക്കൽ വിശുദ്ധന്മാർ എന്ന് പറയപ്പെടുന്നവർ ആത്മീയ വിഷയത്തിൽ ശീതവാനോ ഉഷ്ണവാനോ അല്ലാത്ത ശീതോഷ്ണവാന്മാരായിരിക്കുന്ന ലവോദിക്ക സഭ മാത്രമാണ്. എന്നാൽ ശീതോഷ്ണവാന്മാരായിരിക്കുന്ന ഇന്നത്തെ ആത്മീയ കൂട്ടങ്ങളെയെല്ലാം കർത്താവ് തൻ്റെ വായിൽ നിന്നും ഉമിണ്ണു കളഞ്ഞിരിക്കുന്നു എന്ന തങ്ങളുടെ വിധിയോടുകൂടി അവർ ഇരിക്കുന്നു. ശീതോഷ്ണവാന്മാരായിരിക്കുന്ന സഭാക്കൂട്ടങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരായി അല്ലെങ്കിൽ വിരുദ്ധമായി രണ്ടാം വരവ് നടക്കുന്നു. ഒന്ന്, മുമ്പേ ദൈവഗൃഹത്തിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. 1 പത്രോസ് 4:17. 2, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് മുകളിൽ നിന്നും താൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. സങ്കീർത്തനങ്ങൾ 50:2 മുതൽ 4 വരെ. ഇവിടെ നാം കാണുന്നത് വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ രണ്ടാം വരവ് നടക്കുന്നു എന്നാണ്. ഈ രണ്ടാം വരവ് നടക്കുന്നത് ഇതുവരെയുമുള്ള തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിനും അന്ത്യകാല വിശുദ്ധന്മാരെ അന്ത്യകാല രക്ഷ നൽകിക്കൊണ്ട് നിത്യകാല രക്ഷയിലേക്ക് ഒരുക്കുന്നതിനും വേണ്ടിയാണ്. ഇതുപോലെ അന്ത്യകാല രക്ഷ നേടിക്കൊണ്ട് നിത്യകാല രക്ഷ പ്രാപിക്കുന്നവരാകുന്ന അന്ത്യകാല വിശുദ്ധന്മാർക്ക് മാത്രമാണ് ജീവനോടെയുള്ള എടുക്കപ്പെടൽ അല്ലെങ്കിൽ ഉൽപ്രാവണം ഉണ്ടാകുന്നത്. ഇവിടെ ആദ്യം പറുദീസയിൽ വിശ്രമിക്കുന്ന മുൻ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവരോടൊപ്പം തങ്ങളുടെ ജീവനെ മരണപര്യന്തം സ്നേഹിക്കാതെ പൂർണ്ണത പ്രാപിക്കുന്ന അന്ത്യകാല വിശുദ്ധന്മാരും കൂടിച്ചേർന്ന് ഒരുമിച്ച് വാനവരിവിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നു. അത് 7 വർഷങ്ങളുടെ പീഡാകാലത്തിൻ്റെ മധ്യത്തിൽ തന്നെ ആയിരിക്കും. ഇതിനെക്കുറിച്ചുള്ള കണക്ക് ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ പറഞ്ഞ ദൈവശബ്ദത്തിന് മാറ്റം ഉണ്ടാകുകയില്ല.